അധിനിവേശ കാശ്മീരിൽ ജനങ്ങൾ നടത്തുന്ന പോരാട്ടം വൻ പ്രക്ഷോഭമായി മാറുന്നു. കൂട്ടത്തോടെ തെരുവിലിറങ്ങി സ്ത്രീകളും കുട്ടികളും. വരാനിരിക്കുന്ന ജൂലൈ 27 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഭരണഘടനാ ഭേദഗതികൾ ആവശ്യപ്പെട്ട് 2 ആഴ്ച മുമ്പ് ആരംഭിച്ച ജനകീയ സമരം ഇപ്പോൾ പാക് ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിനും അപ്പുറത്തേക്ക് വളർന്നിരിക്കുകയാണ്. ഇതോടെ ഗത്യന്തരമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് പാകിസ്ഥാൻ സൈന്യം. ആവശ്യങ്ങൾ നിറവേറ്റാതെ ഒരടി പിന്നോട്ട് പോകില്ലെന്ന നിലപാടിലാണ് ജനങ്ങൾ. പാകിസ്ഥാൻ സൈന്യം കടുത്ത അക്രമം അഴിച്ചുവിട്ടതിനെ തുടർന്ന് ഇതുവരെ 20ഓളം പേർ കൊല്ലപ്പെട്ടതായും 70ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രക്ഷോഭം ഭയന്ന മേഖലയിൽ ഇന്റർനെറ്റ് പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. ഇതിനെയെല്ലാം കാറ്റിൽ പറത്തി സ്ത്രീകളും വിദ്യാർത്ഥികളും കുട്ടികളുമാണ് ഇപ്പോൾ സമരത്തിന്റെ മുൻനിരയിലുള്ളത്. റവാലാക്കോട്ട് ഉൾപ്പെടെയുള്ള നിരവധി നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ജനങ്ങൾ കൂട്ടത്തോടെ തടിച്ചുകൂടി. റവാലാക്കോട്ടിലെ ഈദ്ഗാ ഗ്രൗണ്ടിൽ കഴിഞ്ഞ 14 ദിവസമായി തുടരുന്ന വൻ ജനകീയ ധർണയിൽ ഇതുവരെ 70,000-ലധികം ആളുകളാണ് പങ്കെടുത്തത്. സുത്തോനി ജില്ലയിലെ തരാർ മേഖലയിൽ സ്കൂൾ കുട്ടികൾ കൂട്ടത്തോടെ പൊതുസ്ഥലങ്ങളിൽ ഒത്തുകൂടി പാക് സൈന്യത്തിനെതിരെയും സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് മുദ്രാവാക്യം വിളിച്ചു. മണ്ഡോളിൽ ഡസൻ കണക്കിന് സ്ത്രീകളാണ് പാകിസ്ഥാന്റെ രാഷ്ട്രീയ സൈനിക മേധാവിത്വത്തെ അപലപിച്ചും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചും തെരുവിലിറങ്ങിയത്. റവാലാക്കോട്ടിലെ പ്രധാന സമരവേദികളിൽ പാക് സൈന്യമേ പുറത്തുപോകൂ, ഞങ്ങൾക്ക് അടിസ്ഥാന അവകാശങ്ങൾ വേണം, സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പാക്കൂ എന്നീ പ്ലക്കാർഡുകൾ ഏന്തിയാണ് കുട്ടികൾ പ്രതിഷേധിക്കുന്നത്. വിവിധ സംഘടനകളുടെ കൂട്ടായ്മയായ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രക്ഷോഭങ്ങൾ നടക്കുന്നത്. തങ്ങളുടെ 38 ആവശ്യങ്ങൾ അടങ്ങിയ ചാർട്ടർ ഇസ്ലാമാബാദിന് സമർപ്പിച്ച സമിതി നടപടിയെടുക്കാനായി ജൂൺ 23 വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. ഈ സമയപരിധിക്കുള്ളിൽ സർക്കാർ അനുകൂലമായി പ്രതികരിച്ചില്ലെങ്കിൽ റവാലാക്കോട്ടിൽ നിന്ന് ഭരണസിരാ കേന്ദ്രമായ മുസഫറാബാദിലേക്ക് 100,000-ലധികം ആളുകളെ അണിനിരത്തി വൻ മാർച്ച് നടത്തുമെന്നാണ് സമരസമിതിയുടെ മുന്നറിയിപ്പ്. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കുടിയേറിയ അഭയാർത്ഥികൾക്കായി പാക് അധീന കാശ്മീരിലെ നിയമസഭയിൽ മാറ്റിവെച്ചിരുന്ന 12 സംവരണ സീറ്റുകൾ നിർത്തലാക്കാനുള്ള നീക്കമാണ് ഇപ്പോഴത്തെ വൻ സംഘർഷത്തിന് പെട്ടെന്നുള്ള കാരണമായത്. ഈ സീറ്റുകൾ ഇല്ലാതാക്കുന്നതോടെ പാകിസ്ഥാനിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾക്ക് മുസഫറാബാദിലെ ഭരണത്തിൽ അനാവശ്യമായി ഇടപെടാൻ അവസരമൊരുങ്ങുമെന്ന് JAC നേതാക്കൾ വാദിക്കുന്നു. എന്നാൽ പ്രക്ഷോഭത്തെ ഭീകരവിരുദ്ധ നിയമപ്രകാരം നിരോധിച്ചുകൊണ്ട് അടിച്ചമർത്താനാണ് പാക് സർക്കാർ ശ്രമിക്കുന്നത്. സമരക്കാർക്ക് ആയുധങ്ങളുണ്ടെന്നും അവർ പൊതുമുതൽ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുമാണ് സർക്കാരിന്റെ ആരോപണം. എന്നാൽ തങ്ങളുടെ സമരം പൂർണ്ണമായും സമാധാനപരമാണെന്നും ജനപിന്തുണ കണ്ട് ഭയന്നാണ് സർക്കാർ സംഘടനയെ നിരോധിച്ചതെന്നും സമര നേതാക്കൾ വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ പാക് അധീന കാശ്മീരിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ജൂൺ 5-നും ജൂൺ 9-നും ഇടയിൽ പാക് അധിനിവേശ കാശ്മീരിൽ നടന്ന രക്തച്ചൊരിച്ചിലിനെ തുറന്നുകാട്ടുന്ന ഒരു രഹസ്യരേഖ പുറത്തു വന്നിരുന്നു. സുരക്ഷാ നടപടികൾ മൂലം നിരവധി സിവിലിയൻ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും രേഖയിൽ പറയുന്നു. ആക്രമണത്തിൽ 19 കുട്ടികളും 7 ഗർഭിണികളും കൊല്ലപ്പെട്ടുവെന്നും ഈ രേഖ അവകാശപ്പെടുന്നുണ്ട്. ഇന്ത്യ ടുഡേക്ക് ലഭിച്ച റിപ്പോർട്ടുകൾ പ്രകാരം ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി പ്രതിഷേധക്കാർക്കെതിരെ പാക് സൈന്യം നടത്തിയ ആക്രമണശക്തമായ അടിച്ചമർത്തൽ ഡസൻ കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. മനുഷ്യാവകാശ ലംഘനങ്ങൾ, പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ, സാമ്പത്തിക ദുരിതം എന്നിവയ്ക്കെതിരെയായിരുന്നു പ്രതിഷേധം. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.